Hello friends, welcome to the channel. 𝙑𝙞𝙙𝙬𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ചാർജ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രീ ചാർജ് എന്ന് പറയുന്നൊരു എന്താ പറയുക, നമുക്കിപ്പോൾ റീചാർജ് ചെയ്യാനും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ Paytm ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ആപ്പാണ്. അത് ആക്സിസ് ബാങ്കിൻ്റെ ശരിക്കും ഒരു ആപ്പാണ്, സബ്സിഡിയറി ആപ്പാണ് ഫ്രീ ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഫ്രീ ചാർജ് പേ ലേറ്റർ ഓപ്ഷൻ എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. അത് കാണാത്തവർക്ക് പോയി കൊടുക്കാൻ നമ്മൾ മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് ശരിക്കും ഫ്രീ ചാർജ് പേ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു മാസത്തിൽ നമ്മളൊരു പേ ചെയ്തിട്ട് നമുക്ക് മാസം അവസാനം ആകുമ്പോൾ ബിൽ ജനറേറ്റ് ചെയ്ത് ഒരു 35 days ഗ്യാപ്പ് ഇട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അത് കാണാത്തൊരു പോയി കാണണം, നല്ല പരിപാടിയായിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റ് അവർ നോക്കി നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിവിൽ സ്കോറും നമ്മുടെ പാൻ കാർഡും ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് അവരൊരു ലിമിറ്റ് നമുക്ക് തരും. അപ്പോൾ ഇപ്പോൾ ഫ്രീ ചാർജ് തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഫ്രീ ചാർജിൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്നുവെച്ചാൽ ഫ്രീ ചാർജ് ആക്സിസ് ബാങ്കും കൂടിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്കറിയാം ആക്സിസ് ബാങ്കിൻ്റെയാണ് ഫ്രീ ചാർജിൻ്റെ ആക്സിസ് ബാങ്ക് ഫ്രീ ചാർജ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് പേര് വരുന്നത്. അത് ഒരു നോർമൽ വിസ കാർഡ് ക്രെഡിറ്റ് കാർഡാണ്. ആക്സിസ് ബാങ്ക് തരുന്നൊരു ക്രെഡിറ്റ് കാർഡാണ്. ഫ്രീ കാർഡ് എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഇയർ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് 250 rupees അതിൻ്റെ ഒരു പേയ്മെൻറ്റ് വരുന്നുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അത് എങ്ങനെ എടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്രീ ചാർജിൻ്റെ കാർഡാണത്. അപ്പോൾ അതിന് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ മിന്ത്രയിലും എല്ലാത്തിനും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മൊബൈലിലേക്ക് പോകണം, നമ്മുടെ ഫ്രീ ചാർജ് ആപ്പിലേക്ക് പോകണം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലിങ്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജ് കിട്ടും. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്കിന് നമ്മൾ പേജ് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ അതിൽ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആമസോണിൻ്റെ നമ്മുടെ സ്റ്റോറിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകളുടെയും ലിങ്ക്സൊക്കെ കാര്യമായിട്ട്, പിന്നെ നമ്മുടെ എല്ലാ കാറ്റഗറീസും ടോപ്പ് 5 ലിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു സ്റ്റോർ പേജ് പോലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ എല്ലാത്തിനും ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്തിനും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റായി നിന്ന് വാങ്ങിക്കാനും പറ്റും. ആമസോണിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ കേടാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു സംഭവം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ചാർജിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു എല്ലാവർക്കും കിട്ടുന്ന ക്രെഡിറ്റ് കാർഡല്ല. പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വരുന്നൊരു കാർഡാണ്. അപ്പോൾ പ്രീ അപ്രൂവൽ കാർഡാണത്. അപ്പോൾ നമുക്ക് ഞാൻ ആക്ച്വലി ഫ്രീ ചാർജിനെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രീ ചാർജിൻ്റെ ആപ്പ് ഇതാണ്. അപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് എന്തായാലും ഫ്രീ ചാർജ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ഓഡ് ബൈ ആക്സിസ് ബാങ്ക് കാണിക്കുന്നുണ്ട് താഴെ. അപ്പോൾ ഇത് ആക്സിസ് ബാങ്കിൻ്റെ ഒരു ആപ്പാണ്. അപ്പോൾ ഇവരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീ ചാർജ് വരിക, അതിൻ്റെ ഒരു ഹോം സ്ക്രീൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേ ലേറ്റർ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ റീചാർജസ്, ഡീറ്റെയിൽസ്, റെൻറ്റ് വിയ ക്രെഡിറ്റ് കാർഡ്, ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ്, ക്യാഷ് ബാക്ക് സ്റ്റോറുകൾ, ഫാസ്റ്റാഗ് റീചാർജുകൾ, പേ ലേറ്റർ ഓപ്ഷൻ, ബുക്ക് സിലിണ്ടർ, ഇതൊക്കെ നമുക്ക് ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും. ഗ്യാസ് ബുക്കിംഗ്, OTT സബ്സ്ക്രിപ്ഷൻ ചെയ്യാം, മുനിസിപ്പൽ ടാക്സ് അടയ്ക്കാം, ഇൻഷുറൻസ് അടയ്ക്കാം, ബ്രോഡ്ബാൻഡ് ബില്ല് അടയ്ക്കാം, ലാൻഡ് ലൈൻ ബില്ല് അടയ്ക്കാം, വാട്ടർ ബില്ല്, ലോൺ റീപേയ്മെൻറ്റ് ഒക്കെ അടയ്ക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സർവീസ് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഓപ്ഷൻ വരുന്നുണ്ടാവില്ല. പേ ലേറ്ററും ഫ്രീ സിബിലും മാത്രമേ നോർമലി എല്ലാവർക്കും വരാറുള്ളൂ. ഇത് പ്രീ അപ്രൂവ്ഡ് ഉള്ള ഓപ്ഷൻ കിട്ടിയ ആൾക്കാർക്ക് നമുക്ക് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷനും വരും. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിലാണ് നമുക്ക് ഫ്രീ ചാർജിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ ഞാനത് ആക്ച്വലി അപ്ലൈ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്രെഡിറ്റ് കാർഡ് കുറേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ ശരിക്കും അത് നമ്മുടെ സിബിൽ സ്കോറിനൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ ആകെ നമ്മുടെ താളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ അതിൽ എഴുതി കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റ് അപ്രൂവലാണ്, അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക്, ലോ ഡോക്യുമെൻറ്റേഷൻ, ഹയർ ലിമിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഗെറ്റ് ജോയിനിങ് ബെനിഫിറ്റ്സ് ഓഫ് ₹750, അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഫോർ ഓൾ സ്പെൻഡ് എന്നാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേജ് എത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പേജ് ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി. അത് നമുക്ക് എന്നാലും ഞാൻ ഒന്ന് നോക്കാം എങ്ങനെയൊക്കെ എന്ത് ഫീച്ചേഴ്സും എന്തൊക്കെ ഇതൊക്കെ ഉണ്ട്. ആക്ടിവേറ്റ് യുവർ സൂപ്പർ പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഡ് മാനേജ് യുവർ ഡെയിലി എക്സ്പെൻസ് ഈസിലി വിത്ത് ഫുള്ളി ലോഡഡ് ഫ്രീ ചാർജ് ക്രെഡിറ്റ് കാർഡ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രീ ചാർജ് 5% ക്യാഷ് ബാക്ക് ഓൺ ഓൾ ഫ്രീ ചാർജ് സ്പെൻഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ 1% ക്യാഷ് ബാക്ക് ബാക്കി എല്ലാത്തിനും. പിന്നെ മിന്ത്രയിൽ നമുക്ക് ഒരു 350 ആക്ടിവേറ്റ് ചെയ്യുന്ന കാർഡ് നമുക്ക് 350 രൂപയുടെ വൗച്ചർ കിട്ടും. അതുപോലെ ബിഗ് ബാസ്ക്കറ്റിൽ നമുക്ക് 350 വൗച്ചർ കിട്ടും. അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ഓൺ എവരി സ്പെൻഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ ₹250 ഫ്രീ ചാർജ് ക്യാഷ് ബാക്ക് ഓൺ ഇഷ്യൂവൻസ് നമുക്ക് 250 രൂപ കിട്ടും. പിന്നെ ഫ്രീ അഷുറൻസ് ഗിഫ്റ്റ് വർത്ത് ₹700 ആണ്. അതായത് നമുക്ക് ഒരു ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ബിഗ് ബാസ്ക്കറ്റ് അങ്ങനത്തെ അതിൽ നമുക്ക് വൗച്ചർ കിട്ടും 200 രൂപയ്ക്ക്. ക്വിക്ക് അപ്രൂവലാണ്, ലോ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ബോത്ത് വെർച്വൽ ആൻഡ് ഫിസിക്കൽ കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഗെറ്റ് യുവർ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ക്വിക്ക്ലി ആൻഡ് ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ആക്സസ് ടു ദ വെർച്വൽ ആൻഡ് ഫിസിക്കൽ കാർഡ് വിത്ത് ലോവസ്റ്റ് എവർ കൊടുത്തിട്ടുണ്ട്.
ഡോണ്ട് തിങ്ക് അപ്ലൈ ഫാസ്റ്റ് റിവാർഡ് ജേർണിംഗ് അവൈറ്റിംഗ് യു അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലോ ഡോക്യുമെന്റേഷൻ മിനിമം ഡോക്യുമെന്റേഷൻ ആർ റിക്വയർഡ് ടു പ്രോസസ് യുവർ ആപ്ലിക്കേഷൻ ഫോർ ആസൽ ഫ്രീ എക്സ്പീരിയൻസ്. അപ്പോൾ അപ്ലൈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ എന്താ പറയുക ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കും. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമുക്ക് കസ്റ്റമറിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. അതുപോലെ മദർ നെയിം ഫാദർ നെയിം കൊടുക്കും. അത് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നില്ല, ആക്ച്വലി അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. അഡ്രസ്സ് നമ്മുടെ വീട് ഓൺഡ് ആണോ റെൻറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ചോദിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു OTP വരും. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. അത് ഒരു OTP വന്നു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അത് നമ്മുടെ കാർഡ് ഡിറ്റക്ട് ചെയ്തിട്ട് അപ്പം തന്നെ കാർഡ് വിർച്വൽ ഒന്നെങ്കിൽ നമുക്ക് ആ ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ ക്രിയേറ്റ് ആവും, അല്ലാത്തവർക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത്രയ്ക്ക് പ്രൊസീജിയർ ഉള്ളൂ. നമുക്ക് വേറെ ഇൻകം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. ഇത് ഓൾറെഡി പ്രീ അപ്രൂവ്ഡ് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ ഓൾറെഡി ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പ്രീ അപ്രൂവ്ഡ് തരുന്നത്. അൽഗോരിതം ബേസ്ഡ് സെലക്ഷനാണ് തരുന്നത്. അപ്പോൾ ഇതൊരു നല്ല ആക്ച്വലി ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ക്രെഡിറ്റ് കാർഡില്ലേ, അതേ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് ഇല്ലാത്തവർക്ക് FreeCharge ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് ശരിക്കും FreeCharge നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ FreeChargeൻ്റെ പേ ലേറ്റർ ഓപ്ഷൻ ഉപയോഗിക്കുന്നവർക്കാണ് മോസ്റ്റ്ലി കിട്ടാൻ ചാൻസ്. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് FreeChargeൻ്റെ പേ ലേറ്റർ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിച്ച് തന്നെ ചിലപ്പോൾ ഇത് ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതൊക്കെ നോക്കിയിട്ടാണ് ഓട്ടോ ചെക്ക് ആവുന്നത്. അപ്പോൾ ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡീറ്റെയിൽസ് കൂടെ കിട്ടും. ഇതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. FreeCharge ആണ്. നിങ്ങൾക്ക് ആക്ച്വലി രണ്ടും തെറ്റിപ്പോവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആക്സിസ് ബാങ്ക് FreeCharge പ്ലസ് അവരുടെ സൈറ്റിൽ തന്നെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് വേൾഡ് ഓഫ് ക്യാഷ് ബാക്ക് വൗച്ചേഴ്സ് ഓൺ ആക്ടിവേഷൻ. നമുക്ക് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 700 വൗച്ചേഴ്സ് കിട്ടും. എലിജിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ടായിരിക്കും കണ്ടോ. ആക്സിസ് ബാങ്ക് FreeCharge ക്രെഡിറ്റ് കാർഡ് ഈസ് ഇൻവൈറ്റ് ഓൺലി മോഡൽ. നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. ഫീസ് ആൻഡ് ചാർജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ജോയിനിങ് ഫീസായിട്ട് 350 രൂപയാണ്. സോറി, ഞാൻ 250 ആദ്യം പറഞ്ഞിട്ടാണ്. അത് 350 രൂപയാണ്. പക്ഷേ ഫസ്റ്റ് ഇയർ ഇല്ല, സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് 350 രൂപ വരും. നമ്മൾ 50,000 രൂപ സ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് ആനുവൽ ഫീ വേവ്ഡ് ഓഫ് ഔട്ടാണ്. അതുപോലെ കാർഡ് റീപ്ലേസ്മെൻറ്റിന് 100 രൂപയുണ്ട്. ക്യാഷ് പേയ്മെൻറ്റ് ഫീ 100 രൂപയുണ്ട് കേട്ടോ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതിനൊക്കെ ചാർജുകളൊന്നുമില്ല. ഫൈനാൻസ് ചാർജുകളായിട്ട് വരുന്നത് 3.5% പെർ മന്താണ് വരുന്നത്. അതേപോലെ ഓവർ ഡ്യൂ പെനാൽറ്റി ആയിട്ട് വരുന്നത് 300 താഴെയാണെങ്കിൽ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ 100 രൂപ വെച്ച് വരും. പിന്നെ 1000-ൻ്റെ മുകളിലാണെങ്കിൽ 500 വരും. അതുപോലെ 10,000-ൻ്റെ മുകളിലാണെങ്കിൽ 500 വെച്ച് വരും. അങ്ങനെ അത് കൂടിയും ഓവർ ലിമിറ്റ് ഫീ ആയിട്ട് 2% അവർ ഓവർ ലിമിറ്റ് എമൗണ്ട് അത് കൊടുക്കും. നമുക്കിപ്പോൾ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ഒരു 2% നമുക്ക് അവർ കൊടുക്കേണ്ടി വരും. അതുപോലെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഫീ ഒക്കെ 3.5% ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ കാർഡിലൊക്കെ 1% ഒക്കെ ഉള്ളൂ ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ഫീ ഒക്കെ. അപ്പോൾ നമ്മളെ വൺ കാർഡിൻ്റെ വീഡിയോ കാണാത്തവരും പോയി കാണാം, ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പ്രീ അപ്രൂവ്ഡ് വരുന്നൊരു കാർഡാണ്. അത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ പോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.